ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ചൊവ്വാഴ്ച. ഇന്ന് കുട്ടികൾ എന്താ പറയുക, ഞാൻ പറഞ്ഞില്ലേ ഇടയ്ക്ക് ഇങ്ങനെ 9 ആഴ്ച ഒരുമിച്ചെടുക്കും. അതിൽ ഇന്ന് രണ്ടാമത്തെ ചൊവ്വാഴ്ചയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ പിള്ളേർസിന് ക്ലാസ്സിലാന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ അതിൻ്റേതായ തിക്കും തിരക്കും ബഹളമാണ് കേട്ടോ. അവർ കളിയിലാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇന്നത്തെ ഒരു ദിവസം വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ രാവിലെ ഇന്നിതാ പൂരിയാണ്, ഇന്നലെ രാത്രിയിലത്തെ പൂരി. ഇന്നലെ ഡോൺ ഉണ്ടായിരുന്നില്ല, ഡിവൈൻ നേരത്തോടെ ഫ്രൂട്ട്സ് കഴിച്ചിട്ട് പോയി. അപ്പോൾ അതുകൊണ്ട് ചപ്പാത്തി ബാക്കി വന്നപ്പോൾ അതെടുത്ത് പൂരി. അപ്പോൾ ഇന്നലെ രാത്രി പരിപ്പ് കറി ബാക്കി വന്നല്ലോ, അപ്പോൾ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാതെ പറഞ്ഞിട്ട് അങ്ങനെ പൂരിയും പരിപ്പ് കറിയും കൂടിയിട്ടാണ് കേട്ടോ ഇന്ന് രാവിലെ പ്ലാൻ ചെയ്തത്. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് ഉച്ചയിലത്തേക്കുള്ള മാങ്ങാക്കറി ഉണ്ടാക്കി. പിന്നെ നമ്മളുടെ പയറും കായും കൂടി, പയറാണ് ഉപ്പേരി വെച്ചത്. അപ്പോൾ ഇത്തിരി ഉപ്പ് കൂടി എന്ന് തോന്നിയപ്പോൾ വേഗം ഒരു കായും കൂടി അതിലരിഞ്ഞിട്ട് സൂപ്പർ ഉപ്പേരിയായിരുന്നു കേട്ടോ. അത് മാങ്ങാക്കറി അത് അസലായിട്ടുണ്ടായിരുന്നു. ബിൻസി മമ്മിയുടെ മാങ്ങാക്കറിയാണ്. അപ്പോൾ അവിടെ എപ്പോഴും മൂന്നമ്പത്ത് എപ്പോൾ പോയാലും മാങ്ങാക്കറി ഉണ്ടാവും. അപ്പോൾ ആ മാങ്ങാക്കറി ആയിരുന്നു കേട്ടോ, നല്ല പാലൊഴിച്ചിട്ടുള്ള മാങ്ങാക്കറി. അങ്ങനെ ഇന്നത്തെ ലഞ്ച് ഡിമ്പിളുടെ വകയാണ് ചെയ്തത്. കാരണം എനിക്ക് കുറച്ച് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി ഡോൺ പോയി. അപ്പോൾ എല്ലാവരും ടാറ്റ പറയലും മുറ്റത്തേക്ക് ഇറങ്ങലാണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ വലിയ മഴയൊന്നുമില്ല. അപ്പോൾ സ്വതവേ അങ്ങനെയാണല്ലോ, നമ്മൾ മഴ പറഞ്ഞിട്ട് അവധി പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം മൊത്തം വെയിലാവും. അത് പണ്ട് തൊട്ടേ ഉള്ള സംഭവമാണത്. അങ്ങനെ ഞാൻ നമ്മളുടെ പയർ കാച്ചിയ ചീനച്ചട്ടിയിൽ കുറച്ച് ചോറിട്ടുണ്ട്. എനിക്ക് അത് കിട്ടിയപ്പോൾ തന്നെ എനിക്ക് രാവിലെ പിന്നെ വേറെ ഒന്നും വേണമെന്നില്ലാണ്ടായി. നമുക്കറിയാലോ, നിങ്ങളെപ്പോഴും കണ്ടിട്ടുണ്ടാവും ഞാൻ ചീനച്ചട്ടി പഠിക്കുന്ന ഒരാളാണ്. ഇന്ന് വേറെ ആർക്കും കൊടുത്തില്ല. മറ്റേത് ഞാൻ അങ്ങനെ ചീനച്ചട്ടിയിൽ ചോറിടുമ്പോൾ 2 പേർക്ക് ഓരോ ഉരുള കൊടുക്കും കേട്ടോ. 1-2 കുറച്ച് ചോറല്ലേ നമ്മളിടുള്ളൂ. അങ്ങനെ മുറ്റത്ത് വന്ന് നോക്കിയപ്പോൾ പിള്ളേർസ് 3 ആളും നല്ല കളിയാണ്. പക്ഷേ ഇവരുടെ പ്രശ്നം എന്താ വെച്ചാൽ, കണ്ണ് തെറ്റിക്കഴിഞ്ഞാൽ ആ ടാപ്പിൻ്റെ അടിയിലേക്ക് പോകും കണ്ടോ. 2 ആളും നനഞ്ഞിട്ട് വരണുണ്ടോ. ചാക്കോച്ചൻ പിന്നെ മിടുക്കനായിട്ട് ജീപ്പിൽ ഇങ്ങനെ ഇരുന്ന് കളിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ നിന്ന് എത്ര അടി കിട്ടിയാലും ഒരു കാര്യമില്ല അവർക്ക്. അപ്പോൾ ചാക്കോച്ചൻ്റെ മിടുക്കനായിട്ട് കണ്ടില്ലേ, അവനെ എങ്ങനെയാണെന്ന് വെച്ചാൽ തന്നെ കയറാനറിയാം, ഇറങ്ങാനായിട്ട് പാടാണ്. ഇറങ്ങാനായിട്ട് കാലൊക്കെ എടുത്ത് നോക്കും, എന്നിട്ട് പറ്റാണ്ടാകുമ്പോൾ ഉറക്കെ കരയും. അങ്ങനെയാണ് കേട്ടോ മൂപ്പര്. കരയാന്ന് പറഞ്ഞാൽ നമ്മളെ വിളിക്കുന്ന പോലത്തെ ഒരു ശബ്ദം. അങ്ങനെ നമ്മുടെ പിള്ളേർസ് ഓടണ്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് അവധി ദിവസം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര തലവേദനയാണ്. കാരണം എവിടെയാണ് ചെന്ന് വീഴുക, എവിടെയാണ് അറിയാലോ, ഫുൾ ടൈം കുറുമ്പും കാണിച്ച്. കുറുമ്പെന്ന് പറഞ്ഞാൽ കാണാൻ രസമുള്ള കുറുമ്പാട്ടോ, അല്ലാണ്ട് അങ്ങനെ തല്ലൂടുക അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല. നമ്മൾ ആരെങ്കിലും ഒരാൾ ഇടയിലൊന്ന് നിൽക്കണം, അത്രയേ ഉള്ളൂ. കാരണം എപ്പോഴാണ് ഇപ്പം തന്നെ മോനു ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ ആരും ഇല്ലെങ്കിൽ നമുക്ക് ടെൻഷനാണ്, എങ്ങാനും സൈക്കിൾ മേത്ത് വീണാലോ എന്നുള്ളത്. അതുപോലെയുള്ള കുട്ടി ടെൻഷനുകളാട്ടോ. അങ്ങനെ ഇവർ 10-11 ആകുമ്പോഴേക്കും എൻ്റെ അകം നോക്കി എങ്ങനെ അടിച്ചു വരണം. അതാണ് ഡിവൈൻ പറയാറില്ലേ, ദിവസത്തിൽ 5-6 തവണ ഞങ്ങൾ അടിച്ചു വരുമെന്ന് പറയാറില്ലേ, ഇതാണ് സംഭവം കേട്ടോ. അങ്ങനെ ഞാൻ എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് നമ്മൾ കിച്ചണിലേക്ക് കടന്നു. അപ്പോൾ ഇന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഡിവൈനും കുട്ടികളും അക്കിയുടെ വീട്ടിലേക്ക് ഒന്ന് പോവാണ് കേട്ടോ. അപ്പോൾ കുറേ ദിവസമായി അക്കി ചെല്ലാൻ പറഞ്ഞിട്ട്. അപ്പോൾ ചാക്കോച്ചിന് ഇടയ്ക്ക് അവിടെ പോകണ കാരണം അക്കിക്കും അത് ഇടയ്ക്ക് അവനെ കാണണം എന്നൊരു തോന്നലാണ്. അപ്പോൾ ഇന്ന് എന്തായാലും ക്ലാസ് ഇല്ലല്ലോ, എന്നാൽ പിന്നെ അവരെയും കൊണ്ട് പോകാമെന്നുള്ള ഒരു പ്ലാനുണ്ട് രാവിലെ. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോഴാണ് ചേട്ടന്മാർ 2 പേരും കൂടിയിട്ട് അനിയനെ തള്ളി കൊണ്ടുവരാം. അനിയൻ വലിയ സ്ഥാനാർത്ഥി നിൽക്കുന്ന പോലെ കൈ വിരിച്ച് നിൽക്കാറുണ്ട് കേട്ടോ. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ജീപ്പിൽ ഇരുത്തിയിട്ട് തള്ളണ ഒരു വീഡിയോ ഇട്ടപ്പോൾ സ്ട്രൈക്ക് കിട്ടി. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് മുഴുവനൊന്നും കാണിക്കില്ല. അപ്പോൾ അത് കിട്ടിയ ഗ്യാപ്പിൽ കണ്ടോ, ടാപ്പിൽ വെള്ളം എടുത്ത് കളിക്കണുണ്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒന്ന് പതുക്കെ വന്ന് കിടന്നു. കുറച്ച് നേരം നമ്മളെന്താ പറയുക, എല്ലാം കഴിയുമ്പോൾ ഒരു 5 മിനിറ്റ് കിടക്കാമെന്ന് പറയില്ലേ, അങ്ങനെ വന്ന് കിടന്നു. അപ്പോൾ ശരിക്കും 12:30 ആയപ്പോഴേക്കും കംപ്ലീറ്റ് പണികൾ കഴിഞ്ഞു കേട്ടോ. കിച്ചണിലത്തെ കാര്യങ്ങൾ ഡിമ്പിൾ നോക്കി. പിന്നെ ഇന്ന് അലക്കും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അങ്ങനെ എന്തോ പ്രത്യേകിച്ച് പിന്നെ സമയം പോണില്ലല്ലോ. മറ്റേത് ഒരു മണിക്കൂർ കുട്ടികളുടെ പിന്നാലെ അവരെ മാറിക്കാനും യാത്ര അയക്കാനൊക്കെ ഉണ്ടാവും. ഇതിപ്പോൾ അതൊന്നുമില്ല. ഇന്നാച്ചാൽ അവർ നേരത്തോടെ എണീക്കുകയും ചെയ്തു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞാൻ പതിവുംപടി ഒന്ന് ഒതുക്കിയിട്ട് വന്ന് കിടക്കാമെന്ന് വിചാരിച്ച് കംപ്ലീറ്റ് ഒതുക്കി വന്ന് ഇരിക്കുമ്പോഴേക്കും ഡിമ്പിൾ 2:30 പാക്ക് ചെയ്യാനുള്ള സംഭവങ്ങൾ. അപ്പോൾ എൻ്റെയും ഡിവൈൻ്റെ ഓൾറെഡി എല്ലാ പരിപാടിയും കഴിഞ്ഞ് കവറിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് ഡിമ്പിൾ കിച്ചണിൽ കയറി ഭക്ഷണം വെച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളിങ്ങനെ മാറി ഓരോരുത്തർ ഓരോ കാര്യങ്ങളാണ് ചെയ്യുക കേട്ടോ. അങ്ങനെ ഇതാണ് ഇന്നത്തെ ഭക്ഷണം. മാങ്ങാക്കറിയും പയറും കായും കൂടിയിട്ട് പപ്പടം. ഞാൻ പപ്പടം വറക്കുമ്പോൾ ഒപ്പം ഫ്രൈംസും കൂടി വറക്കും കേട്ടോ.
പിന്നെ 2 തരം അച്ചാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇതായിരുന്നു ഞങ്ങളുടെ ഉച്ചയിലത്തെ. അപ്പോൾ ഡിവൈനും പിള്ളേർസും അവിടെയാണ്, അക്കിയുടെ വീട്ടിലാണ്. അപ്പോൾ അവിടെ നിന്നാണ് ഭക്ഷണം കഴിച്ചത് കേട്ടോ. അപ്പോൾ പാച്ചുട്ടൻ എഴുതാൻ കൊണ്ടുവരാം. സംഭവം എഴുതാനൊന്നും പറ്റില്ലെങ്കിലും ഞാൻ വേഗം അത് വാങ്ങി വെച്ചു. കാരണം ഒരു പ്രാവശ്യം നമ്മളത് വാങ്ങി വെച്ചില്ലെങ്കിൽ പിന്നെ കുട്ടിക്കത് ശീലം. സാധാരണ അങ്ങനെ പേനയെടുത്ത് കളിക്കാറില്ല. പക്ഷേ ഇന്നെന്തോ എവിടുന്നോ അവനൊരു പേന കിട്ടി. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ എന്നെ കളിക്കാൻ വിളിക്കുക. അപ്പോൾ തോമു ഇല്ലാത്ത കാരണം അവന് ഭയങ്കര വിഷമമായി. തോമു പോകുമ്പോൾ പാച്ചുവിനെ ഒളിച്ച് നിർത്തുക ചെയ്തേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഊണൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കൊച്ച് ഒരു മിനി ചോക്കോബാർ, വളരെ ചെറുത്, 10 രൂപയുടെ കുഞ്ഞിത്. അപ്പോൾ ഇടയ്ക്ക് ഇവിടെ ഇങ്ങനെ ഞാൻ ഇന്നലെ ഫ്രിഡ്ജ് ഒതുക്കിയപ്പോൾ നിങ്ങൾ കണ്ടില്ലേ 2 കിട്ടിയതാണ്. അപ്പോൾ ഞാൻ അത് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോൾ പതുക്കെ അത് കഴിച്ചു. മോന് കൊടുത്തില്ല, പാച്ചുവിന് കൊടുത്തില്ല കേട്ടോ. പാച്ചുവിന് ചോക്ലേറ്റ്സ്, കുട്ടികൾക്ക് സ്വതവേ ചോക്ലേറ്റ്സ് കൊടുക്കൽ കുറേ കുറവാണ്. നിങ്ങൾ കാണുമ്പോൾ അങ്ങനെ ഇങ്ങനെ തിന്നുമെന്ന് തോന്നുമെങ്കിലും അവർക്ക് ചോക്ലേറ്റ്സ് അധികം കൊടുക്കാറില്ല. കാരണം ചോക്ലേറ്റ് കഴിക്കുമ്പോൾ ഭയങ്കര എന്താ പറയുക ഹൈപ്പറാവും എന്ന് പറഞ്ഞിട്ട് അത് വല്ലാണ്ട് കൊടുക്കാറില്ല കേട്ടോ. എന്നാലും എപ്പോഴെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുക്കും, തീരെ കൊടുക്കില്ല എന്നല്ല, അങ്ങനെ ഒരു ശീലം ഇല്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ നമ്മുടെ പാച്ചുട്ടൻ കണ്ടില്ലേ, തോമൂനിയും കണ്ടില്ലേ, ഇവരെ സ്കൂളിൽ നിന്ന് പഠിച്ചിട്ടുള്ളത്. അവർ പരിപാടികൾ കഴിയുമ്പോൾ തന്നെ നമ്മളോട് പോലും പറയില്ല, ചെയർ നീക്കിയിട്ട് വാഷ് ബേസിൻ്റെ അവിടെ കൊണ്ടുപോയി കൈ കഴുകി, മുഖം കഴുകി, വായ കഴുകി, ഭയങ്കര കൃത്യം കാണിച്ചാണ് കേട്ടോ. അപ്പോൾ സ്വതവേ അപ്പുറത്തൊരു ടിഷ്യൂ പേപ്പർ ഉണ്ടാവാറുണ്ട്. ഇന്ന് ഞാനത് കഴിഞ്ഞിട്ട് റീപ്ലേസ് ചെയ്യാനായിട്ട് മറന്നുപോയി അത്, അല്ലെങ്കിൽ ഒരു ടർക്കി. പക്ഷേ ഞാൻ ടർക്കി ഇടാറില്ല, കാരണം ടർക്കി അവരെങ്ങനെ വെച്ചാൽ വലിക്കുമ്പോൾ ചിലപ്പോൾ സ്റ്റാൻഡ് അടക്കം താഴേക്ക് വീഴും. പിന്നെ അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് ചെയ്യാറില്ല. അങ്ങനെ കംപ്ലീറ്റ് പരിപാടികളൊക്കെ കഴിഞ്ഞ് 3 മണി കഴിഞ്ഞപ്പോഴേക്കും കംപ്ലീറ്റ് കഴിഞ്ഞു. അങ്ങനെ ഞാൻ കുറച്ച് നേരം ഒന്ന് കിടന്നു. അപ്പോഴേക്കും ഡിംപിൾ കാപ്പിയൊക്കെ വെച്ച് കൊണ്ടുവന്ന് ഡിവൈനും പിള്ളേർസും എത്തി. അപ്പോൾ ഡിവൈനൊന്ന് കുറച്ച് നേരം സുഖമായിട്ട് കിടന്ന് ഉറങ്ങി എന്ന് പറഞ്ഞാൽ അക്കിയുടെ അവിടെ ഒരു 2 മണിക്കൂർ. അവിടെ വസന്തേച്ചിയുള്ള കാരണം ചാക്കോച്ചൻ വസന്തേച്ചിയുടെ കൂടെ പോയി. തോമു അവിടെ ഇങ്ങനെ നടന്നു 2 മണിക്കൂർ. കാരണം കുറേ ദിവസമായിട്ട് ഈ പിള്ളേർസ് ഉണ്ടാകുമ്പോൾ അറിയാമല്ലോ, ഉറക്കക്ഷീണം എങ്ങനെയായാലും ഉണ്ടാവും. ഒരാൾക്ക് ഒന്ന് എണീക്കാൻ തോന്നി അപ്പോൾ പിന്നാലെ അടുത്ത ആൾ എണീറ്റു. അങ്ങനെ പിന്നെ ഇന്നലെ ഡോൺ പുലർച്ചെയാണ് വന്നത്, അപ്പോൾ ഉറക്കം ഡിസ്റ്റർബ്ഡ് ആവും. അങ്ങനെ മൊത്തത്തിൽ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ക്ഷീണമൊക്കെ ആയിരുന്നു. അപ്പോൾ അവിടെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് എന്നാൽ കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയിട്ട് പോകാമെന്ന് പറഞ്ഞപ്പോൾ എന്തായാലും ഇവിടെയും വന്നിട്ട് ഉറങ്ങണം, അവിടെ ആകുമ്പോൾ ചേച്ചി ഉണ്ടല്ലോ നോക്കാനുള്ള രീതിയിൽ കുറച്ച് നേരമൊക്കെ കിടന്നിട്ടാണ് വന്നത് കേട്ടോ. അങ്ങനെ ചായയും കുടിച്ച് ഞങ്ങൾക്കുള്ള ക്രീം ബണ്ണും കൊണ്ടുവന്ന് കുട്ടികൾക്കുള്ള ബർഗറൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് ഒക്കെയാണ് ഡിവൈൻ വന്നത്. അപ്പോൾ നമ്മൾ ഇന്നലത്തെ മിളക് ഉള്ള സംഭവം ഉണ്ടല്ലോ, അപ്പം ഞാൻ മിളക് ഡാഡി ചെയ്തുതരാമെന്ന് പറഞ്ഞപ്പോൾ ഡാഡിയുടെ കയ്യിൽ അത് ഏൽപ്പിച്ചിട്ട് അപ്പോഴേക്കും ഡിംപിൾ ബാക്കി വൈകുന്നേരത്തെ സംഭവങ്ങൾക്ക് ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് 30 മിളകോളം എടുത്തു കേട്ടോ. അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞില്ല 8 എണ്ണം അങ്ങടാന്ന് തോന്നുന്നു എടുത്തത്, 30 മിളകോളം എടുത്തു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഡാഡി അത് ചെയ്യുമ്പോൾ ഞാൻ ഈ കള്ളി മൊത്തം ഒന്ന് ഒതുക്കി. കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ സാധനങ്ങൾ പകർത്താനുണ്ടായിരുന്നു. അപ്പോൾ പിള്ളേർസ് ഇല്ലാത്ത സമയം നോക്കിയിട്ടാണ് ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ കോൺഫ്ലവർ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോൺഫ്ലവർ നമ്മൾ വാങ്ങിക്കുക ഇതുപോലെയാണ് കേട്ടോ. 1 കിലോൻ്റെ പാക്കറ്റാണ് വാങ്ങിക്കുക. ഇതിപ്പോൾ 90 രൂപയാണ് എഴുതിയത്, പക്ഷേ ഹോൾസെയിൽ റേറ്റിലാകുമ്പോൾ ഒരു 60-70 രൂപ അത്രയേ ആവുള്ളൂ. ഇങ്ങനത്തെ ഒരു 4 കുപ്പി ഉണ്ടാവും. അപ്പോൾ നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ബേക്കറിയിൽ നിന്ന് ഈ കുഞ്ഞ് ചെപ്പ് കോൺഫ്ലവർ വാങ്ങിക്കുന്നവർ അത് വാങ്ങിക്കാണ്ട് ഇങ്ങനെ ഹോൾസെയിൽ കടയിൽ പോയിട്ട് 1 കിലോൻ്റെ വാങ്ങിക്കുക. ഒരിക്കലും കേടാവില്ല കോൺഫ്ലവർ, കുറേ നാൾ നമുക്ക് യൂസ് ചെയ്യാം. കോൺഫ്ലവർ കുറേ നല്ല കുറേ സാധനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യാം. നിങ്ങൾ കോൺഫ്ലവർ വെച്ചിട്ട് എന്തെങ്കിലും പുഡിങ്ങൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ കോൺഫ്ലവർ ഞാൻ എപ്പോഴും ഇങ്ങനെ കേട്ടോ, കാലങ്ങളായിട്ട് ഇങ്ങനെ ബെസ്റ്റിൽ നിന്ന് 1 കിലോൻ്റെ പാക്കറ്റ് വാങ്ങിക്കുകയും ചെയ്യാം. പിന്നെ ജീരകം, പെരുംജീരകം, കടുക്, ഉലുവ, ഇങ്ങനെയുള്ള കുട്ടി സാധനങ്ങൾ കുറേ ഉണ്ടായിരുന്നു പൊട്ടിച്ചിടാനായിട്ട്. അപ്പോൾ ഞാൻ അതൊക്കെ അതാത് ചെപ്പുകളിലേക്ക് ആക്കി പഴയതെടുത്ത് കുഞ്ഞു പാത്രത്തിലാക്കി മാറ്റി വെച്ച് അങ്ങനെ. അപ്പോൾ കുറേ എണ്ണത്തിൻ്റെ സ്റ്റിക്കറൊക്കെ പോയി. അപ്പോൾ ഇതിൻ്റെ സ്റ്റിക്കർ പുതിയത് ഒട്ടിക്കാമെന്ന് വെച്ചു, പക്ഷെ അത് കാണാനില്ല. പെട്ടെന്ന് നോക്കിയപ്പോൾ കണ്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു പുതിയത് വരുമ്പോൾ അപ്പം ഒട്ടിക്കാം, ഇപ്പോൾ തൽക്കാലം ഇങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ സാമ്പാർ പൊടി ഞാനിത് ഇന്നലെ വാങ്ങിയതാട്ടോ. മറ്റേത് പഴയതിട്ട്. ഇതുപോലെ കസ്റ്റേർഡ് പൗഡർ ഞാൻ ഇതുപോലെ 1 കിലോൻ്റെ ഇതാണ് വാങ്ങിക്കുക. നിങ്ങളും വാങ്ങിക്കുക കസ്റ്റേർഡ് പൗഡറൊക്കെ. ഇത് വാങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ കസ്റ്റേർഡ് പൗഡർ ഉണ്ടാക്കാം. എൻ്റെ ഫസ്റ്റ് എടുക്കുന്ന യൂട്യൂബ് ചാനൽ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ഇട്ടുണ്ട് കസ്റ്റേർഡ് പൗഡർ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത്. അല്ലെങ്കിൽ വേണ്ട, അതിനും മെനക്കെടണ്ട. നിങ്ങൾ 1 കിലോ കസ്റ്റേർഡ് പൗഡർ വളരെ വില കുറവാണ്, നമ്മൾ ഈ കോൺഫ്ലവർ വാങ്ങിക്കുന്ന പോലെ തന്നെയാണ്. അതും വാങ്ങി വെച്ചാൽ ഇടയ്ക്ക് നിങ്ങൾക്ക് അതൊന്ന് പാലിൽ കുറുക്കി കുട്ടികൾക്ക് അതിൽ കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഇട്ട് ഫ്രൂട്ട് സലാഡാക്കി ആക്കി കൊടുത്താൽ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഇഷ്ടം പോലെ സാധനങ്ങൾ ഉണ്ടാക്കാവുന്നതുള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ ഒരുവിധം എല്ലാതും പൊട്ടിച്ചിട്ട ശേഷം എല്ലാം തിരിച്ചവിടെ വെച്ചു.
അപ്പോൾ ഒക്കെ ഇടയ്ക്ക് ഞാൻ പറയില്ലേ ഇങ്ങനെ എന്നും നമ്മളെല്ലാ ചെപ്പും തുറന്ന് പഴയ സാധനങ്ങൾ കളയേണ്ടത് കളയുക. എനിക്കൊന്നും കളയേണ്ടി വരാറില്ല കേട്ടോ. ഒക്കെ ഞാൻ നമ്മുടെ പട്ടികൾക്ക് പുട്ടിൻ്റെ രൂപത്തിൽ കറിയൊക്കെ ഒഴിച്ചു കൊടുത്ത് അവർക്ക് കൊടുക്കുകയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി നമ്മുടെ പച്ചമുളക് അപ്പോഴേക്കും ഡാഡിയൊക്കെ റെഡിയാക്കിയിട്ട് പോയി. അപ്പോൾ നമ്മൾ ഇൻഡസിൻ്റെ പാത്രമാണ് എപ്പോഴും ഉപയോഗിക്കാറ് കേട്ടോ. എല്ലാവരും ചോദിക്കാറുണ്ട് ഇൻഡസിൻ്റെ ആണോ ഉപയോഗിക്കാറെന്ന്. അപ്പോൾ ഞാൻ ഇൻഡസിൻ്റെയാണ് സ്ഥിരം യൂസ് ചെയ്യുക. പക്ഷേ ഇന്ന് മാങ്ങാക്കറിയും പിന്നെ ഇതൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ എൻ്റെ പാത്രം എടുത്തു. എൻ്റെ പാത്രം എനിക്ക് എങ്ങനെ വന്നാലും ഈ പാത്രത്തിൽ ചെയ്താലാണ് എനിക്ക് പേഴ്സണലി ഒരു തൃപ്തിയുള്ളൂ കേട്ടോ. അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇൻഡസിൻ്റെ. അപ്പോൾ അതിൽ മാങ്ങാക്കറി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് മാറ്റി വെച്ച കാരണം ഞാൻ ഇതെടുത്തത്. ഞാനിത് എടുത്ത് പറയാൻ കാരണം കുറേ കുട്ടികൾ ചോദിക്കും ആൻറ്റി എപ്പോഴും പഴയ പാത്രത്തിലാണല്ലോ ഉപയോഗിക്കുന്നത്. നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കൊരു കൈവഴക്കവും ചില പാത്രങ്ങളോടൊരു ഇഷ്ടമുണ്ട്. അപ്പോൾ അത് ആയിക്കഴിഞ്ഞാൽ നമ്മളുടെ വിചാരം അതിൽ വെച്ചാൽ ശരിയാവുള്ളൂ എന്നൊരു തോന്നലാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും ഓരോന്നിനോടൊരു ഇഷ്ടം. അതാണ് അത്രയേ ഉള്ളൂ കേട്ടോ മക്കളെ. അല്ലാണ്ട് എന്താ പറയുക വേറെ ഒന്നുമല്ല. അപ്പോൾ അങ്ങനെ ഞാൻ ഈ സമയം കാണിച്ചത് എന്താണെന്ന് വെച്ചാൽ 7:25 കാണിച്ചത്. ഈ സമയത്താണ് ഞാൻ മിളകിൻ്റെ പണി തുടങ്ങിയത് കേട്ടോ. അപ്പോൾ ഡിമ്പിൾ ഇത് പള്ളിയിലേക്ക് പോകാനായിട്ട് ചൊവ്വാഴ്ചയല്ലേ പള്ളിയിലേക്ക് പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഡിവൈനും ഡോണും പിള്ളേർസും കൂടിയിട്ട് ഒന്ന് പുറത്ത് പോയേക്കാണ്. അവന് ഫാൻസി ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട്, ഡ്രസ്സ് റെൻറ്റിന് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിത് കാണിക്കണത് ഞാൻ പറഞ്ഞില്ലേ 7:20 കാണിച്ചത് നമ്മൾ എത്ര സമയം എടുത്തു ഇതുണ്ടാക്കാൻ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മണം ഭയങ്കര. അപ്പോൾ കുട്ടികളില്ലാത്ത നേരം നോക്കി ഞാൻ ഉണ്ടാക്കിയത്. കാരണം മിളകല്ലേ, മിളക് ഇങ്ങനെ മൂക്കുമ്പിള്ള മണവും തുമ്മലും ചീറ്റലൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു. ഞാൻ എക്സോസ് ഫാൻ ഇട്ടെങ്കിലും ഭയങ്കര എന്താ പറയുക ഭയങ്കര കുത്തലായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അത് ഒരു വശത്ത് കൂടെ നടക്കണു, ഒരു വശത്ത് ഒതുക്കൽ നടക്കണു. അങ്ങനെ എല്ലാ പരിപാടികളും ഒന്നൊന്നായിട്ട്. അപ്പോൾ ഈ പുളി എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പിഴിഞ്ഞ് വയ്ക്കും. പുളിയും പിഴിഞ്ഞ് വയ്ക്കും, നാളികേരവും പാലടിച്ച് 2 പാത്രത്തിലാക്കി വെക്കും. അപ്പോൾ കുട്ടികൾക്ക് എങ്ങനെയാണെന്ന് വെച്ചപ്പോൾ ഡിമ്പിൾ എന്ന് പറയായിരുന്നു മമ്മിക്ക് ഭയങ്കര എളുപ്പമായി. രാവിലെ നേരെ മാങ്ങ കഷ്ണങ്ങളാക്കി പാല് പിഴിഞ്ഞതെടുത്ത് നേരെ ഒഴിച്ച് കാച്ചി കഴിഞ്ഞാൽ കറി. അതുപോലെ തന്നെ പുളിയും ഞാനിങ്ങനെ പിഴിഞ്ഞ് വെക്കും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് പണിക്ക് കുറച്ച് എളുപ്പമാവാൻ വേണ്ടിയിട്ടാണ്. കാരണം അവർ ഈ കുഞ്ഞു കുട്ടികളെയും വെച്ചിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ മാക്സിമം എങ്ങനെയാണോ അവർക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുക അതുപോലെ ഞാൻ ആക്കി അടുപ്പിച്ച് വെച്ച് കൊടുക്കും കേട്ടോ. അപ്പോൾ ഇത് മുട്ട ഡാഡി കൊണ്ടുവന്നു. ഇനിയിപ്പോൾ നോയമ്പല്ലേ, പിന്നെ പിള്ളേർക്കായാലും എനിക്കും ഡാഡിക്കായാലും ഈ 2 മുട്ട വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ട്രെയിലിങ്ങനെ മുട്ട കൊണ്ടുവരുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ ഞാൻ സ്ഥിരം ചെയ്യണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ 3 ഡസൻ്റെ മുട്ടയുടെ ആ ഇതന്നെ വെച്ച് ഓർഗനൈസർ തന്നെ വാങ്ങിയത്. അങ്ങനെ ഇതേ കണ്ടു നമ്മുടെ മിളക് കറക്റ്റായി. ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. ഇന്നിപ്പോൾ അതെല്ലാവരും ചൂടുള്ള ചോറ് ഇത് മാത്രം മതി എന്ന് പറഞ്ഞു. പക്ഷേ കറികളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ മുട്ടയൊക്കെ പാക്ക് ചെയ്ത് ബാക്കിയൊക്കെ ആക്കി വെച്ചു. അപ്പോൾ നാളെ രാവിലേക്ക് ബ്രെഡും മുട്ടയും കൂടിയിട്ട് കഴിക്കാം എന്നുള്ള ഒരു സംഭവമാണ്. കാരണം നാളെ രാവിലെ ഒരു യാത്രയുണ്ട്. യാത്രയൊക്കെ ഞാൻ നാളെ പറയാം. നാളെ വൈകുന്നേരം നമ്മൾ വരുമല്ലോ. അപ്പോഴാണല്ലോ പറയാറ്. മറ്റന്നാളാണല്ലോ നാളത്തെ വിവരം പറയാം. അപ്പോൾ അത് ഞാൻ പോയി വന്നിട്ട് പറയാം കേട്ടോ. അങ്ങനെ ഇതാണ് ആകെ കിട്ടിയത് കേട്ടോ മിളക്. പക്ഷേ എന്താ പറയുക ഭയങ്കര ടേസ്റ്റ്. അപ്പം നിങ്ങൾ അഥവാ അങ്ങനെ ചെയ്യുമ്പോൾ എരിവ് വല്ലാണ്ട് കൂടുതൽ തോന്നുകയാണെങ്കിൽ ഒരു തുണ്ട് പഞ്ചസാര ഒന്ന് ഇട്ടോട്ടോ. പഞ്ചസാര വളരെ പേരിന് തോന്നിയാൽ മാത്രം കേട്ടോ. അങ്ങനെ ഇവർ പള്ളിയിൽ പോയി വന്നപ്പോൾ കിൻഡർ ജോയും കൊണ്ടാണ് വന്നേ 2 ആളും. അങ്ങനെ അപ്പോഴേക്കും മണി 8:30 ആവാറായി. അപ്പോൾ ഇവർ വരുമ്പോൾ ഒരു സാധനം കൂടി എനിക്കും ഡാഡിക്കും വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർ പള്ളിയിൽ പോയിട്ട് വരുന്ന വഴിക്ക് ജ്യൂസ് കുടിക്കാനായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒളിച്ച് വെക്കാനായിട്ട് ഡിവൈൻ ഓടിയതാണ് കേട്ടോ, കുട്ടികളെ കാണാണ്ടിരിക്കാൻ. കാരണം അവരൊക്കെ ഓൾറെഡി അവിടെ നിന്ന് കഴിച്ചിട്ടാണ് വന്നത്. അപ്പോൾ എനിക്കും ഡാഡിക്കും ഉള്ളതാണ് കൊണ്ടുവന്നേക്കുന്നത്, പാർസൽ കൊണ്ടുവന്നത്. അപ്പോൾ അത് കുട്ടികൾ കാണാണ്ടിരിക്കാൻ വേണ്ടി ഒളിച്ച് വെക്കാൻ പോയതാട്ടോ. അങ്ങനെ വന്ന് ഞാൻ പറഞ്ഞില്ലേ പോയി കഴിഞ്ഞാൽ കുറേ വിശേഷങ്ങൾ പോയ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ടായിരിക്കുന്നത്. അപ്പോൾ ഒരു ചായ കുടിക്കുമ്പോൾ ഞങ്ങൾ അക്കിരോടെ പോയ വിശേഷമൊക്കെ പറഞ്ഞു. ഇതിപ്പോൾ പള്ളിയിൽ പോയിട്ടുള്ള വിശേഷങ്ങളാണ് അടുത്ത വിശേഷങ്ങൾ കേട്ടോ. അങ്ങനെ എന്താ പറയുക കുറേ വർത്താനവും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അപ്പോൾ ഡിവൈന് ഒന്ന് വിശന്ന് തുടങ്ങി. അപ്പോൾ ഡിവൈൻ പറഞ്ഞു വെയിറ്റ് ചെയ്യില്ല, ഫുഡ് കഴിക്കാതെ. അപ്പോഴാണ് ഇവർ വരുമ്പോൾ കുഞ്ഞ് ബജ്ജി കൊണ്ടുവന്നത്. ഒരു സെറ്റ് എനിക്കും ഡാഡിക്കും മാത്രം കേട്ടോ. അപ്പോൾ ഡാഡിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതാണ് ഈ സംഭവം ബോബ ലൈവ് എന്ന് പറഞ്ഞിട്ട്. ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ ഫുൾ ക്രീമും ജ്യൂസുമായിട്ട് അടിയിൽ ഫുൾ ബോൾസാണ് കേട്ടോ, നല്ല ഫ്രൂട്ട് ബോൾസാണ്. നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഞാനും ഡാഡിയും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുട്ടികൾ അവിടെ നിന്ന് കഴിച്ചിട്ട് ഞങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ
നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. കണ്ടോ, ഇങ്ങനെയാണ് അതിൻ്റെ ഉള്ളിൽ അപ്പടി ഇങ്ങനെ നമ്മളുടെ മീനിൻ്റെ മുട്ട എന്ന് പറയില്ലേ, ബോബ ലൈവ് എന്നാണ് ഇതിൻ്റെ പേര്. നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഏട്ടമുട്ടയില്ലേ, ഏട്ടമുട്ട കിടക്കണ പോലെയാണ് കിടക്കണത് കാണുമ്പോൾ കേട്ടോ. പക്ഷേ നമ്മൾ വലിയ സ്ട്രോ ആണ്. അപ്പോൾ ആ സ്ട്രോ കൂടെ ആ ബോൾ നമ്മളുടെ വായിലേക്ക് വരും, അത് അപ്പം തന്നെ പൊട്ടുകയും ചെയ്യും. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതാണ് ബോബ ലൈവ് എന്ന് തന്നെയല്ലേ, അങ്ങനെയുള്ള സംഭവം. അപ്പോൾ നിങ്ങൾ ഒരു വട്ടമൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. പക്ഷേ കാശ് വില കൂടുതലൊക്കെയാന്ന് തോന്നുന്നുണ്ട്. പക്ഷെ അത് നോക്കട്ടെ, ചെറുതുണ്ട് എന്ന് പറയണ്ടായിരുന്നു. ഒരു വട്ടമൊക്കെ നമുക്ക് എന്തും ട്രൈ ചെയ്ത് നോക്കാമല്ലോ. കാരണം ഇപ്പോൾ കുട്ടികൾക്ക് ഈ മിഠായി തന്നെ വാങ്ങിക്കൊടുക്കുമ്പോൾ നല്ലൊരു കാശാവുണ്ട്. അപ്പോൾ എപ്പോഴും ഒരു തരം മിഠായി തന്നെ വാങ്ങിക്കൊടുക്കാണ്ട് ഇതുപോലെ പല സാധനങ്ങളും ടേസ്റ്റ് ചെയ്യിപ്പിച്ചാൽ അവർക്ക് നാളെ മേലാക്കാം എവിടെ എന്ത് കണ്ടാലും അതൊരു അതിശയമായിട്ട് തോന്നില്ല, അല്ലെങ്കിൽ അതെന്താണെന്ന് ചോദിച്ച് വാശി പിടിക്കില്ല. അവർക്കത് മനസ്സിലാവും. അത് ഞാൻ ഡിംപിളിനും ഡോണിനും ചെയ്യുന്ന കാര്യങ്ങൾ അത് തന്നെ കേട്ടോ ചെയ്തിരുന്നത്. അപ്പോൾ എന്ത് കണ്ടാലും പുതിയത് കണ്ടാലും ഞാൻ അവർക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കും, അല്ലെങ്കിൽ അത് വാങ്ങിക്കൊടുക്കും ഓരോ പ്രാവശ്യം. അപ്പോൾ അവർക്കത് എന്താണെന്നറിയാം. അപ്പോൾ വേറെ എവിടെ പോയാലും അതിനെക്കുറിച്ച് അതെന്താ സാധനം എന്ന് ചോദിക്കേണ്ടി വരില്ല. അങ്ങനെ നമ്മുടെ ചാക്കോച്ചൻ മിടുക്കനായിട്ട് അത് അവിടെ ഇരിക്കണം കേട്ടോ. അവന് നമ്മളെ എന്താ പറയുക, ഹൈ ചെയറിൽ ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ച് നേരമൊക്കെ കിച്ചണിൽ നമ്മളുടെ കൂടെ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് മറ്റേ സെക്കൻഡ് സ്റ്റഡും കാര്യങ്ങളും കുറേ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് പനിയാവണതിൻ്റെ തൊട്ട് മുമ്പ് ഞാൻ കുറേ ഡിംപിളും ഡിവൈനൊന്നും ഇല്ലാത്ത സമയത്ത് 350 ജോഡി കമ്മൽ കൊണ്ടുവന്നിട്ട് ഞങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ ഒന്നും മര്യാദയ്ക്ക് നിങ്ങളെ കാണിക്കാൻ പറ്റിയിട്ടില്ല. സത്യം പറഞ്ഞാൽ ഇന്നും എനിക്ക് പറ്റിയില്ല കേട്ടോ കാണിക്കാൻ. ഞാനിതിങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് 1-2 ഫോൺ കോൾ വന്നു. പിന്നെ അറിയാലോ, നമ്മൾ കോളുകൾ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ഇട്ട് പോകുമ്പോൾ ഇങ്ങനെ തന്നെ വെക്കാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ചൊക്കെ ഒതുക്കി വെച്ചപ്പോൾ ഞാൻ കുറച്ച് ഫോട്ടോസ് എടുത്ത് ഞാൻ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് കണ്ടിട്ട്, അപ്പം ഞാനിത് എടുക്കണ നേരത്തെ ഡിംപിൾ വന്നിട്ട് ഡിംപിൾ എനിക്ക് വേണ്ടി എടുത്തു തന്നതാണ് കേട്ടോ. എന്തെങ്കിലും കാരണം ഒന്നും എനിക്ക് നിങ്ങളെ കാണിക്കാൻ പറ്റിയിട്ടില്ല. എല്ലാവരും ചോദിക്കും എവിടെയെന്ന്, പക്ഷേ എനിക്ക് കാണിക്കാൻ പറ്റണ്ടേ. അപ്പോൾ പറ്റാവുന്നത് ഇപ്പോൾ ഡിംപിളിൻ്റെ വകയാണിത്, ഓരോന്നെടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ഞാൻ നാളെ എങ്ങാനും സ്റ്റാറ്റസ് ഇടുമ്പോൾ നിങ്ങൾക്കത് കാണാം കേട്ടോ. ഒക്കെ നല്ല തരം സ്റ്റോൺസാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് സ്ഥിരം വാങ്ങിക്കുന്ന 1-2 കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പോൾ അവർ എന്താ പറയുക, കൊണ്ടുപോയിട്ട് ഇവിടെയുള്ളവരല്ല പുറത്തുള്ളവരാണ്. അവരോട് പലരും ഞാൻ പേര് പറയാത്തത് എന്താണെന്ന് വെച്ചാൽ വെറുതെ എന്തിനാ പേര് പറഞ്ഞിട്ട് അപ്പോൾ അവൾ അതാണോ ചെയ്തിരുന്നതെന്ന് ചോദിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവരുടെ പേരൊന്നും പറയാത്തത്. അപ്പോൾ അതിട്ടപ്പോൾ ഭയങ്കര അവിടുത്തെ എന്താ പറയുക, മറ്റേ സ്വർണ്ണ വ്യാപാരികൾക്ക് വരെ തെറ്റിയെന്ന് പറഞ്ഞു. കല്ലുകൾ കേട്ടോ, ഞാൻ മെറ്റീരിയലും പണിൻ്റെ എന്താ പറയണത്, ഒരുവിധം എല്ലാവർക്കും നമ്മളുടെ പാറ്റേണുകൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കും ഇതുപോലെ എന്തെങ്കിലും ഇഷ്ടം തോന്നിയിട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഒന്നെങ്കിൽ ഇതിൻ്റെ നമ്പർ പറഞ്ഞാൽ മതി. ഇപ്പോൾ 29 ഇതിപ്പോൾ 23 അങ്ങനെ നമ്പർ പറഞ്ഞാലും മതി. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമുണ്ട്. അപ്പോൾ ഞാൻ സൗകര്യം പോലെ ഞാൻ എപ്പോഴെങ്കിലും ഇത് നമ്മുടെ നയൻതാരയുടെ സെക്കൻഡ് സ്റ്റഡ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുള്ളത്, ഇത് സൂഫിയുടെ ചെറുത് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഇതിൽ ഇഷ്ടപ്പെട്ടത് തോന്നിക്കഴിഞ്ഞാൽ ഒന്നെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയയ്ക്കുക, അല്ലെങ്കിൽ ഇതിൻ്റെ നമ്പർ ഒന്ന് പറഞ്ഞാലും മതി കേട്ടോ. പിന്നെ ഇത് ചിലത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത്യാവശ്യം വലിപ്പമുണ്ട്. ഈ മയിലൊക്കെ അത്യാവശ്യം വലിപ്പമുള്ള സ്റ്റഡാണ്. ചിലതൊക്കെ വളരെ ചെറുതാണ് കേട്ടോ. സെക്കൻഡ് സ്റ്റഡും നോസ് റിങ്ങിനൊക്കെ പറ്റിയത്. ഇത് നല്ല ഭംഗിയുള്ളത് നിങ്ങൾക്കറിയാം. ഇത് കുറച്ച് നാളായിട്ട് നമ്മളുടെ കയ്യിലുള്ളത് സ്ഥിരം എന്താ പറയുക സ്റ്റോക്ക് ചെയ്യണ സംഭവങ്ങളാണ്. കാരണം എന്താ വെച്ചാൽ കുട്ടികൾക്ക് തീരെ കനലില്ലല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട്. അപ്പം ഞാൻ എന്താ പറയുക, ഡാഡി മറ്റേ മിളക് ആക്കിയപ്പോൾ അതിൽ കുറേ ഉപ്പ് കൂടി. അപ്പോൾ ഉപ്പ് കൂടിയപ്പോൾ ഞാൻ 10 പ്രാവശ്യം പറഞ്ഞത് ഉപ്പ് കുറച്ച് മതി എന്നുള്ളത്. അപ്പോൾ ഞാൻ ഡാഡിയോട് ഡിവൈൻ തൈര് കൂട്ടിയിട്ട് അത് കഴിക്കായിരുന്നു കേട്ടോ. അപ്പോൾ മൂപ്പർക്ക് ഇന്നൊരു പൂതി പഴങ്കഞ്ഞി കഴിക്കാമെന്ന്. അപ്പോൾ പഴങ്കഞ്ഞിയല്ല, ഉച്ചയിലത്തെ ചോറ് ബാക്കിയിട്ടുണ്ടായിരുന്നു, മറ്റേ ചോറ് ഊറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ചോറെടുത്ത് കുറച്ച് തൈരും ഈ മിളകിൻ്റെ ഇതും അച്ചാറും ഒക്കെ ഉപ്പേരിയൊക്കെ കൂട്ടി ഇളക്കിയപ്പോൾ നല്ല ചൊടി. അപ്പോൾ ആദ്യം കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോഴാണ് ഡിവൈൻ വീഡിയോ എടുത്തത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ തമാശയ്ക്ക് പറയായിരുന്നു, മുമ്പൊക്കെ ആണെങ്കിൽ പറഞ്ഞാൽ ഡിവൈൻ്റെ ഭക്ഷണം കൊടുക്കാണ്ട് ഇതേ അപ്പനും അമ്മയും മക്കളിരുന്ന് കഴിക്കണമെന്നൊക്കെ. പക്ഷെ ഇപ്പം അങ്ങനെ ആരും പറയാറില്ല കേട്ടോ. എല്ലാവർക്കും മനസ്സിലായി നമ്മളുടെ വീട് എങ്ങനെയാണ് എന്താണ് എന്നൊക്കെ മനസ്സിലായി തുടങ്ങി. അതുകൊണ്ട് തന്നെ വളരെ സന്തോഷം കേട്ടോ മക്കളെ, നിങ്ങളോടൊക്കെ എന്താ പറയുക ഭയങ്കര നന്ദിയുണ്ട്. കാരണം
നല്ല രീതിയിലാണല്ലോ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് എന്തും പറയാനും എടുക്കാനും കുറച്ചും കൂടി ഒരു അടുപ്പം തോന്നി. മറ്റേത് പേടിയാണ്, എന്ത് പറഞ്ഞാലും തെറ്റുക, എന്ത് പറഞ്ഞാലും അതുമെന്ന് പിടിക്കുക എന്നുള്ളൊരു പേടിയായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നുമില്ല. നമ്മൾ അമ്മമാർ മക്കളോട് പറയുന്ന പോലെ ഞാനിങ്ങനെ ഇരുന്ന് പറയുമ്പോൾ അത് കേൾക്കാനും എന്താ പറയുക, അതിലെന്തെങ്കിലും പ്രശ്നം കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് വഴി അറിയിക്കാണ്ട് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കാനും ഒക്കെ ഓരോ കുട്ടികൾ കാണിക്കുന്ന സ്നേഹം കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഈ നമ്പർ ബിസിനസ് നമ്പർ മാത്രമാണ്, എന്നാലും കുറേ കുട്ടികൾ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ ഈ മെസ്സേജിൽ അയക്കാറുണ്ട്. അപ്പോൾ കോള് സാധാരണ എടുക്കാറില്ല, കാരണം സൈലൻറ്റിലാണ്. അറിയാലോ, ബിസിനസ് ഫോണിൽ നമ്മൾ ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും പറ്റില്ല. അതേസമയം മെസ്സേജ് വഴിയാകുമ്പോൾ നമുക്ക് അതിന് റിപ്ലൈ കൊടുക്കുമ്പോൾ അത് അവിടേക്ക് എടുക്കും. അപ്പോൾ നമുക്ക് പിന്നീട് അതിൽ ഓർഡർ എടുക്കുമ്പോൾ കാണാമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഫോൺ സൈലൻറ്റിലാക്കിയിട്ട് മെസ്സേജുകൾ മാത്രം കേൾക്കണത് കേട്ടോ, സ്വീകരിക്കണത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കാര്യം വേണമെങ്കിലും ഇതിൽ മെസ്സേജ് അയച്ച് ചോദിക്കാം. എന്നോട് പലരും ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കുന്ന സാധനങ്ങളെക്കുറിച്ചൊക്കെ ചോദിക്കാറുണ്ട്. എനിക്ക് പറ്റാവുന്ന സമയത്ത് ഞാൻ പറ്റാവുന്ന പോലെ മറുപടി തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. കാരണം എന്താ പറയുക, ഞങ്ങൾ ആകെ വിചാരിച്ചിരുന്നു ഭയങ്കര ബഹളമുള്ളൊരു ദിവസമാണെന്ന് വിചാരിച്ചത്. പക്ഷെ ഒന്നും ഉണ്ടായില്ല. വളരെ ശാന്തമായിട്ട് എല്ലാവരും എന്താ പറയുക, കുട്ടികളൊക്കെ നല്ല മിടുക്കന്മാരായിട്ട് ഒരു പ്രശ്നമില്ലാണ്ട് സുഖമായിട്ട് 3 ആളും കിടന്നുറങ്ങി. അപ്പോൾ തന്നെ നമുക്ക് മക്കൾക്ക് സമാധാനമായിട്ട് കിടന്നുറങ്ങുമ്പോൾ തന്നെ നമ്മൾ അമ്മമാർക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഇത്രയ്ക്കൊക്കെയുള്ളൂ ഇന്നത്തെ വിശേഷം. അപ്പോൾ നിങ്ങളെല്ലാവരും സന്തോഷമായിട്ട് സമാധാനമായിട്ടിരിക്കുക, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ നമുക്ക് നാളെ കാണാം കേട്ടോ. ബൈ.